ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും മോളൊക്കെ സുഖമായിട്ടിരിക്കണം കേട്ടോ. മോള് ഇതാ സ്കൂളിൽ പോകാൻ മാറ്റിയതാണ്. മോള് ഷാളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അല്ലേ? നോമ്പായപ്പോൾ ഷാൾ ഇട്ടതാ. അങ്ങനെ അവിടെ മാറ്റൽ കഴിഞ്ഞു. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ല മോളെ, വെയിറ്റിങ്ങിലാണ്. പിന്നെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവർക്കും? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ലീവാണ് ഞാൻ കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ദിവസം ലീവ്, ഒരു ദിവസം ഉണ്ട് വർക്ക്. അങ്ങനെയാണ് ഞങ്ങൾ തരുന്നത്. ഇല്ല, ഞാൻ കൊണ്ടാക്കി തരില്ല. ഇവൾക്ക് സ്കൂൾക്ക് പോവാൻ ഞാൻ കൊണ്ടാക്കി കൊടുക്കണം എന്ന്. അപ്പം ഞാൻ പറയാം, ഞാൻ കൊണ്ടാക്കി തരുന്നില്ല പറഞ്ഞൊക്കെയാണ് ഇപ്പോൾ. കാളാടക്കല്ല, ബസ്സിനില്ല, കാളാടക്കില്ല. എന്നാ അവിടെ ക്ലാസ്സിന് പോയിട്ടില്ല. അപ്പം ഞാൻ കൊണ്ടാക്കി കൊടുക്കൂല. ബസ്സിന് കയറാൻ, ഇവിടുന്ന് അപ്പുറത്തുനിന്ന് കയറാൻ. അങ്ങനെ എന്താ ചൂടോ? നിങ്ങൾക്കൊക്കെ ചൂടെന്താ പാട്? ഞാൻ ഇപ്പം തന്നെ വീണീന്ന് തന്നെ ഒരു കാൽമല്ല ഞാൻ നിൽക്കണത്. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ പൊള്ളി പോകുന്ന ചൂടാണ്. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തേക്കിനെ കുളിക്കാനാ തോന്നണേ ചൂടുകൊണ്ട്. ഇനി പണികളൊക്കെ കേട്ടോ. തിരുമ്പൽ കഴിഞ്ഞ് മെഷീനിലിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പുട്ടും കടലാക്കാമെന്ന് വിചാരിക്കണത്. അപ്പോൾ കടല വെള്ളത്തിട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ. വെളുപ്പ് സ്കൂളിൽ പോവും. കുറച്ച് നേരം ലൈവ് ചെയ്യണം. അങ്ങനെയൊക്കെ. ചില ബാഗ് എടുത്തോ? പിന്നെ മുഖത്തൊക്കെ കുരുകൾ പൊന്തിയിരിക്കണം കേട്ടോ. എന്താണെന്നറിയില്ല, നോമ്പായപ്പോഴേ എണ്ണ പറ്റണില്ല എന്ന് തോന്നുന്നുണ്ട്. ചില ബാഗ് എടുത്തോ? അപ്പോത്തിന് ഫോൺ കാണാൻ പോയിക്കണം. എല്ലാ ക്യാപ്പിലും ഫോൺ എടുക്കാൻ പോവും. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ്? അപ്പോൾ ഞങ്ങൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞാൻ അവിടെ അടുത്ത് പോകട്ടെ. ടൈം എത്രയാണ് ആദ്യം നോക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ആകെ വിടും ബസ് പോയാൽ. ഇങ്ങോട്ട് നീ ചൂട് കിടക്കണ്ട. എണീറ്റോ. എന്താ നോമ്പൊന്നുമില്ലല്ലോ, പിന്നെ എന്താ തല വേനിക്കണ? വാ, കിടക്കണ്ട. ആ മുടിയൊക്കെ കേടരൂല കിടന്നാലേ. വാ, കുറച്ച് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അവിടെ ഡ്രസ്സ് മടക്കി വെച്ചിട്ടില്ല. എന്താ ബാഗ് എടുത്തോ, ഇറങ്ങിക്കൂട്. ഇതിൻ്റെ ഇത്ര വെയിറ്റ് എന്താ? 3 ബുക്ക് എടുക്കണം. എന്താ അപ്പം ഇത്? അല്ലടി, ആ വിജയജാലകത്തിന് 3 ബുക്ക് എടുക്കണ. എന്തൊരു വെയിറ്റ് ആണോ എൻ്റെ അമ്മേ. അതിനെല്ലാം കൂടി കൊണ്ടുപോകണം. അപ്പൊ മാഷിനോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാഷിനോട് അതല്ല ടീച്ചർ എന്താണ് കൊണ്ടാൻ പറഞ്ഞ വിഷയം പിന്നെ അങ്ങനെ മാഷിനോടൊന്ന് അതന്നെ ഞാൻ പറഞ്ഞു. അതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല മോളെ. ഇതിന് ഇത്ര തോന്നെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു നോക്കാം. മാഷിനെ വിളിച്ചു നോക്ക്. ഒന്ന് വേഗം ഇറങ്ങിക്കൂട്. ഞാൻ അല്ല, എനിക്ക് കൊണ്ടാക്കി തരാനും പറ്റൂല ടീച്ചല്ലേ. എന്താണെന്നറിയാം, എൻ്റെ ചെരുപ്പ് ഇടാ. ചാവില്ല. ചാവി അപ്പുറത്തല്ലേ. അവരൊക്കെ പൊയ്ക്കണ. അവര് ഗ്യാസ് വാങ്ങാൻ പോയതാ. നടക്ക് വേഗം. ഷാൾ എന്തിനാ പിന്നെ ഇടണത്? ഷാൾ ഇട്ടിട്ടാണ് അങ്ങനെ മുടി മുഴുവൻ പുറത്തേക്ക് ഇടാൻ ഷാൾ ഇടുന്നത്. ഇന്ന് വേഗം പൊയ്ക്കോ. വേഗം സ്പീഡിൽ പോയിക്കട്ടെ. ബസ് എന്നാ പോവേ. അപ്പം ടാറ്റ, പോയിക്കോ. റംലാത്ത എന്നെ കണ്ടോട്ടെ. കണ്ടാ പിന്നെ കുഴപ്പമില്ല. ഇല്ലേ, വേഗം പോയിക്കൂടെ. പോയിക്കോട്ടാ. ഇനി പണിയുണ്ട് കേട്ടോ. തിണ്ടൊക്കെ കെടുക്കുന്നത് കണ്ടില്ലേ. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ കേട്ടോ. പുറമൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ കിച്ചൺ കൂടിയാണ് കയറുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. എനിക്കെന്തോ മറ്റേതിന് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, തോരെ തിരുമ്പലൊക്കെ കഴിഞ്ഞിനി. അവൾ പോയപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വന്നിരുന്നതാ. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വാരലും തുടക്കലും ചെയ്യണം. കഴിഞ്ഞിട്ട് കുളിക്കണം. അതന്നെ നമ്മളെ പണിയാണ് കേട്ടോ. പിന്നെ നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ അല്ലേ, നോമ്പല്ലേ. അവൾ പോയാൽ തന്നെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിയും കേട്ടോ. അവൾ പോകുന്നതാണ് ഭയങ്കര ടാസ്ക്. പോയ സങ്കടമാണ്. ഒറ്റക്കാവുമ്പോൾ എന്തോ പോലെയാണ്. അവൾ ഉണ്ടാവുമ്പോൾ രസമാണ്. പക്ഷെ തല്ല് പിടിച്ച് കാണേണ്ട രണ്ടാളും കൂടെ എപ്പോഴും. അതങ്ങനെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പ് എങ്ങനെ പോകണം. ഞാൻ നോമ്പിൻ്റെതൊക്കെ വീഡിയോ എടുക്കണ്ട കേട്ടോ. ഞാൻ നോമ്പിൻ്റെത് വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു ടൈം കിട്ടണില്ല. പോയി വന്ന സമയം ഉണ്ടാവില്ല. അപ്പോൾ നോമ്പ് എടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റണില്ല. അതാ ഇപ്പം ഞാൻ അവിടെ ഇങ്ങനെ റൂമിലിരിക്കുകയാണ് കേട്ടോ. എന്ത് ചൂടാണോ, ഭയങ്കര ചൂടാണിപ്പോൾ.
പിന്നെ പിന്നെന്തൊക്കെയാ എന്നിട്ട് മുഖത്തൊക്കെ കുരുകളും അടയാളങ്ങളും പൊന്തിയിട്ടുണ്ട് ഫുള്ളും.